PV അൻവറിന്റെ രാജിയെക്കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് വരികയാണ്. രാജി ഒരു ചലനവും ഉണ്ടാക്കില്ലെന്നാണ് CPMന്റെ നിലപാട്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം സജ്ജമാണെന്നും നേതാക്കൾ പ്രതികരിച്ചു. എന്നാൽ അൻവറിന്റെ നീക്കത്തിൽ കരുതലോടെയായിരുന്നു UDF നേതാക്കളുടെ പ്രതികരണം. അൻവറിന്റെ കാര്യം ഞങ്ങൾ പണ്ടേ വിട്ടതാണ്. ഒരു പ്രശ്നവും ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാൻ പോകും. ഞങ്ങൾ അന്നേ പറഞ്ഞു കഴിഞ്ഞു അൻവറുമായിട്ട് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അത് പറഞ്ഞതോടുകൂടി അൻവർ ഞങ്ങളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും വെച്ച് പിന്നെ എവിടെയാണ് അദ്ദേഹം പോകാൻ പോകുന്നത്? DMK-യിൽ പോവോ, തൃണമൂൽ കോൺഗ്രസ് പോവോ തുടങ്ങിയ പല ചോദ്യമുണ്ട്. എനിക്കതിൽ യാതൊരു സംശയം ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതിന് അദ്ദേഹം UDF-ലാണ് പോകുന്നത്. നിലമ്പൂരുള്ള ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. കോൺഗ്രസിനും വേണ്ട, BJP-ക്കും വേണ്ട, ലീഗിനും വേണ്ട. അങ്ങ് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന ഒരു പാർട്ടി, എന്താ പാർട്ടിൻ്റെ പേര്? DMK-ക്കും വേണ്ട. അവസാനം തൃണത്തിൻ്റെ വിലയേ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായി. പറ്റിയ പാർട്ടിയിലാണ് പോയി ചേർത്ത്. അൻവറിന്റെ രാജി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒരു വിധത്തിലുള്ള ചലനവും ഉണ്ടാക്കില്ല. നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയവുമില്ല. അൻവർ MLA സ്ഥാനം രാജിവെച്ചവർ പാർട്ടി രൂപീകരിച്ചു. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. UDF-ന് പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു. ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് UDF-ആണ്. ഞങ്ങളായിട്ട് യാതൊരു നമുക്ക് സർപ്രൈസാണ്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഈ തീരുമാനം അറിഞ്ഞിട്ടില്ല. ഇന്ന് പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്.